Meet the editors. ഇന്ത്യ സഖ്യം ഒന്നിച്ചോ എന്നതാണ് ചോദ്യം. ജിമ്മി ജെയിംസ്, ഇന്ത്യ സഖ്യമാണെങ്കിലും പല ഘട്ടങ്ങളിലും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ശബ്ദം നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ സഖ്യം ഒന്നിച്ചു. ചരിത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു റാലി പോലും നേരാവണ്ണം നടത്താൻ പറ്റാതിരുന്ന സഖ്യമാണ് ഇന്ത്യ സഖ്യം. ഒരു റാലി പോലും നേരാവണ്ണം നടന്നില്ലെന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിച്ച് മത്സരിക്കുകയും ചെയ്തു. എന്നിട്ടും 235 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് അവരെത്തുകയും ചെയ്തു. അതൊരു വലിയ ലക്ഷ്യമായിരുന്നു. അവർ പോലും വിചാരിച്ചില്ലെന്ന് തോന്നുന്നു. പലരുടെയും പ്രതികരണം കേട്ടാൽ പിന്നെ നമുക്ക് മനസ്സിലായി ഇത്രയും എത്തുമോ എന്നുള്ളത്. 235 എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിൻ്റെ 10-25 സീറ്റ് പുറകിൽ മാത്രമാണ്. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? ആദ്യം ആം ആദ്മി പാർട്ടി ഇറങ്ങിപ്പോയി. അവിടെ നിന്ന് പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് ഇറങ്ങിപ്പോയി. മഹാരാഷ്ട്രയിലെ കോളിളക്കങ്ങൾക്ക് ശേഷം, സംഘടന സ്പ്ലിറ്റായതിനു ശേഷം ശരത് പവാർ മുഖം തിരിച്ചു. എന്ന് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാവരും പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരത് പവാർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ജനിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് മരിച്ചുപോയ ഒരു കുഞ്ഞായിരുന്നു ഇന്ത്യ സഖ്യം. ഇടയ്ക്കിടയ്ക്ക് ചില ഇളക്കങ്ങളൊക്കെ നമ്മൾ കാണുമെങ്കിലും അതായിരുന്നു സ്ഥിതി. ഈ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റൽ ഇൻക്ലൂസീവ് അലയൻസ്, ഇന്ത്യ എന്ന പേര് അങ്ങനെ കോർത്തെടുത്തതാണ്. അതിനെ പേടിച്ചുകൊണ്ട് ഇന്ത്യയുടെ പേര് ഭാരതം എന്നാക്കി മാറ്റി ആദ്യമേ BJP വലിയ തിരിച്ചുള്ള ആക്രമണങ്ങളൊക്കെ തുടങ്ങിയതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം നിർജ്ജീവമായതോടുകൂടി BJP ചിരിച്ചു. പക്ഷേ 2 ദിവസം മുമ്പ് ദില്ലിയിൽ കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അത്താഴ വിരുന്നിൽ 25 പാർട്ടികളാണ് പങ്കെടുത്തത്. 26 ആദ്യം ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ആം ആദ്മി പാർട്ടി പുറകോട്ട് പോയി 25. 50 പ്രമുഖ നേതാക്കളും പങ്കെടുത്തു. ഒരുപാട് കാലത്തിന് ശേഷം ഈ സഖ്യം വീണ്ടും സജീവമാവുകയാണ്. വോട്ട് ചോരി എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട അണുബോംബിൻ്റെ സ്ഫോടന ശക്തിയിൽ, അതിൻ്റെ അനുരണങ്ങളിൽ ഡൽഹിയിലേക്ക്, ഇന്ത്യ സഖ്യത്തിൻ്റെ അടുത്തേക്ക്, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിലേക്ക് വീണ്ടും ഇവരെല്ലാവരും ഒരുമിച്ച് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാനോ അതിലേതെങ്കിലും രാഹുൽ ഗാന്ധി ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഉദാഹരണങ്ങൾ ശരിയല്ല എന്ന് തെളിയിക്കാനോ ഇതുവരെ BJP സഖ്യം മിനക്കെട്ടിട്ടില്ല. അതിനു പകരം രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് ഇലക്ഷൻ കമ്മീഷനിൽ പോയി അഫിഡവിറ്റ് കൊടുക്കാൻ ധൈര്യമുണ്ടോ, കോടതിയിൽ പോകാൻ ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടതിൻ്റെ അടുത്ത ദിവസങ്ങളിലാണ്. റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങൾ ഈ സ്ഥലത്ത് പോകുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് തെളിയിക്കുന്നു. പുതിയ സ്ഥലങ്ങളിൽ ഇത്തരം അഴിമതികളുണ്ട് എന്ന് പറയുന്നു. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത്തരം അഴിമതി ആരോപണങ്ങൾ, ഇത്തരം വോട്ട് ചോർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് കോൺഗ്രസിൻ്റെയും സഖ്യ പാർട്ടികളുടെയും കാര്യം പറയുന്നു. ഇപ്പോൾ CPI കേരളത്തിൽ പറയുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് അങ്ങനെയാണെന്ന് പറയുന്നു. എന്തിന് മോദി വരെ ജയിച്ചത് ഇതുവരെ ഇതുപോലെ ആകാം എന്ന് പറയാനുള്ള ഒരു ധൈര്യവും അത് കേട്ടാൽ ആരും ചിരിക്കില്ല. കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്തോ നടന്നിട്ടുണ്ട് എന്ന ഒരു തോന്നൽ വരുത്താൻ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിലെ അതിവിശദമായ തെളിവുകളുടെ അകമ്പടിയോടുകൂടിയുള്ള പ്രസംഗം സഹായിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതേ ബോധ്യം ഇന്ത്യ സഖ്യത്തിലെ 25 പാർട്ടികൾക്കും തോന്നി തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഘടകം. ഇനി എന്താ നടക്കാൻ പോകുന്നത്? ബീഹാർ തെരഞ്ഞെടുപ്പാണ്. ബീഹാറിൽ RJDയും കോൺഗ്രസും ചേർന്നുള്ള സഖ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ മറ്റൊരു വിഷയം നേരത്തെ തന്നെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. 65 ലക്ഷം വോട്ടർമാർ, ആകെ 8 കോടി വോട്ടർമാരുള്ള സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോവുകയാണ്. അതിനെതിരെ ബീഹാറിൽ കോൺഗ്രസും RJDയും നേരത്തെ തന്നെ വലിയ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിന് 2 പ്രധാനപ്പെട്ട സമരമുഖങ്ങൾ ഇതിനോടകം തുറക്കാൻ കഴിഞ്ഞു. ഒന്ന് ബീഹാറിൽ, 2 ഇന്ത്യയിലാകമാനമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് BJP വോട്ട് അട്ടിമറിച്ചതെന്ന ആരോപണത്തിൽ. ഈ 2 സമരമുഖങ്ങൾ തുറന്ന ശേഷം ഈ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ 2 ദിവസം മുമ്പത്തെ അത്താഴ വിരുന്നിൽ കോൺഗ്രസ് അതുപോലെ തന്നെ RJD വന്ന നേതാക്കളെ ക്ഷണിച്ചത് സെപ്റ്റംബർ 1 തീയതി ബീഹാറിൽ അവരുടെ ഒരു മഹാറാലിയുടെ അവസാനം നടക്കുകയാണ്. അവിടേക്ക് ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ ആളുകളെയും ക്ഷണിക്കാൻ പോവുകയാണ്. ക്ഷണിച്ചു കഴിഞ്ഞു. എല്ലാവരെയും കൊണ്ടുവരാനുള്ള ശ്രമം നടക്കാൻ പോവുകയാണ്. നേരത്തെ ഞാൻ തുടക്കം പറഞ്ഞല്ലോ, ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും മര്യാദയ്ക്ക് ഒരു റാലി നടത്തിയിട്ടില്ല. അവിടെ നിന്നാണ് ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ ആളുകളും സെപ്റ്റംബർ 1 തീയതി ആ റാലിയിലേക്ക് വരികയും അങ്ങ് പശ്ചിമ ബംഗാളിലെ
മുഖ്യമന്ത്രി മുതൽ ഇങ്ങ് തമിഴ്നാട്ടിലെ വരെ കേരളത്തിലെ വരെയുള്ള നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എല്ലാം അണിനിരക്കുന്ന ഒരു വലിയ ഷോ ഓഫ് നടക്കാൻ പോവുകയാണ്. അവിടം വരെ എത്തി. ഇതിത്രയും നല്ല കാര്യം. ഇനി ഇതിൻ്റെ മറുവശം കൂടി പറയാം. ഇന്ത്യ സഖ്യം എപ്പോഴും ഒന്നിച്ചിട്ടുള്ളത് ഇത്തരം ആപൽ ഘട്ടങ്ങളിലാണ്. ഇതിനു മുമ്പ് ഇന്ത്യ സഖ്യത്തിൻ്റെ 2 റാലികൾ നടന്നിട്ടുണ്ട്. ഒന്ന് ഡൽഹിയിലാണ്, ഒന്ന് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിൽ ഷിബു സോറിനെ ED തൂക്കിക്കൊണ്ടുപോയപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒന്നിക്കുകയും ഇന്ത്യ സഖ്യത്തിൻ്റെ റാലി അവിടെ നടക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട നേതാക്കൾ മിക്കവാറും എല്ലാവരും എത്തി. ഡൽഹിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ ഡൽഹിയിലും ഇന്ത്യ സഖ്യത്തിൻ്റെ റാലി നടന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പല്ല, തങ്ങൾക്കെതിരെയുള്ള ആക്രമണം തങ്ങളെ ലക്ഷ്യം വെച്ചിട്ട് ബി ജെ പി സർക്കാർ NDA സഖ്യം നീങ്ങുന്നു എന്ന് തോന്നിയപ്പോഴാണ് ഇതിനു മുമ്പെല്ലാം ഇന്ത്യ സഖ്യം ഇതുപോലെ ഒന്നിച്ചിട്ടുള്ളത്. അതിനുശേഷം അത് ഒരു ഘട്ടം കഴിഞ്ഞാൽ പതുക്കെ പിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ EDയുടെ കാര്യത്തിൽ കണ്ടത്. ഷിബു സോറനല്ലോ, മോനെയല്ലേ? ക്ഷമിക്കണം, ഷിബു സോറിൻ്റെ മോൻ. അപ്പോൾ ഈ 2 സംഭവങ്ങളിലും ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഞങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണമാണ്. ആ ആക്രമണം ഇല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ കാര്യമായ എതിർപ്പൊന്നും വരില്ല. അത് പതുക്കെ അങ്ങാലിത്തീല്ലാതായി പോകും. ആക്രമണത്തിന്റെ സ്വഭാവം കൂടി പരിശോധിക്കണ്ടേ? സ്വഭാവം അനുസരിച്ചാണ് ഐക്യം വരുന്നത്. ഇത്തവണ അതായത് ഇപ്പോൾ ഇലക്ഷന് ജയിക്കുക എന്നുള്ള ഒരു ഒരെണ്ണം ഇന്ത്യ സഖ്യത്തെ ഒന്നിപ്പിക്കില്ല. അതേസമയം തങ്ങൾക്കെതിരെ എന്തോ ഒരു വലിയ ആക്രമണം വരുന്നു എന്ന് തോന്നിയാൽ ഇന്ത്യ സഖ്യം ഒന്നിക്കും. അതാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ബീഹാറിൽ 2 പ്രധാനപ്പെട്ട ഇന്ത്യ സഖ്യത്തിലെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ 65 ലക്ഷം വോട്ടർമാർ ഇല്ലാതായതിനു ശേഷവും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരേണ്ട പ്രതിഷേധം എത്രത്തോളം ഇൻറ്റൻസിറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കുറച്ചുകൂടെ ശക്തിയിൽ വരേണ്ടതാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത് നിൽക്കുമ്പോഴും അതിൻ്റെ അനുരണങ്ങൾ ഒന്നും ഇന്ത്യയിൽ എല്ലായിടത്തും അലയടിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ദൗർബല്യമാണ് ഇതിനെ കാണിക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലെയും പാർട്ടികൾ തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് സഖ്യം അത് പലപ്പോഴും ഇൻടാക്റ്റായി പോകാൻ പറ്റും. പക്ഷേ ഒരു സംസ്ഥാനത്തെ ഒരു സഖ്യത്തിന് വേണ്ടി ബാക്കി ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് ഈ കാര്യത്തിൽ മമതാ ബാനർജിയുടെ പാർട്ടി ഒരുമിച്ചിറങ്ങുന്നു. ഇതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടോ? പാർലമെൻറ്റിൽ ഇവരൊക്കെ ഒരുമിച്ചിറങ്ങുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പാണ്. 65 ലക്ഷം വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ബീഹാർ സ്തംഭിക്കേണ്ട സമയമാണ്. ജനങ്ങൾ തെരുവിൽ നിന്ന് പിരിഞ്ഞു പോകാണ്ടാത്ത രീതിയിൽ നിൽക്കേണ്ട സമയമാണ്. അത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇടയ്ക്ക് കേട്ടിരുന്നു തെരഞ്ഞെടുപ്പ് തന്നെ ബഹിഷ്കരിക്കാൻ ഇവർ ആലോചിക്കുന്നുവെന്ന്. അത്തരം ശക്തമായ നീക്കങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ അവസരങ്ങളുടെ ഒരുപാട് വാതിലുകൾ തുറന്നു കഴിഞ്ഞു. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ബീഹാറിലെ സംഭവവും ഇപ്പോൾ വോട്ട് ചോരി എന്ന പേരിൽ രാഹുൽ ഗാന്ധി തെളിവുകളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടതും നമ്മൾ കണ്ടത്. ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? ഒരു വാർത്താസമ്മേളനം നടത്തി. ആ വാർത്താസമ്മേളനത്തിൽ വളരെ നാടകീയമായി അതിഗംഭീരമായി രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. ഇനി ഈ സംഭവത്തെ മുമ്പോട്ട് എങ്ങനെയാണ് കൊണ്ടുപോകുക? ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോയി കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞു. വളരെ കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ്. അതെ, കോടതിയിൽ പോയിട്ടല്ല ഇത് ഫൈറ്റ് ചെയ്യേണ്ടത്. ഇത് ജനങ്ങൾക്ക് മുമ്പിൽ തെരുവിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് യുദ്ധം നടക്കേണ്ടത്. തിങ്കളാഴ്ച ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ ആളുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. അവിടെ പോയി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് അവരുടെ പരാതി അറിയിക്കുകയാണ്. ഇതാണ് സ്ട്രാറ്റജി എങ്കിൽ വളരെ കൃത്യമായ നീക്കം. അതല്ലെങ്കിൽ ഒരു പ്രശ്നം വാർത്താസമ്മേളനം നടത്തുക, തെളിവുകൾ കാണിക്കുക, ഡേറ്റ കാണിക്കുക, അത് മാധ്യമങ്ങളിൽ വരിക, അതോടുകൂടി വിഷയം അവസാനിപ്പിക്കുക. അങ്ങനെ ഒരു ബോർഡ് റൂം ജേർണലിസ്റ്റ് പൊളിറ്റീഷ്യനായി രാഹുൽ ഗാന്ധി ഒതുങ്ങാതിരിക്കുന്നത് വളരെ നല്ലത്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമോ? എങ്ങനെയാണ് ഈ വിഷയത്തെ സജീവമാക്കി നിർത്തുക? ഇതിപ്പോൾ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇന്ന് പോയി അവിടെ പോയി ഈ മണ്ഡലത്തിൽ പോയി കാര്യങ്ങളൊക്കെ ചകഞ്ഞു. ചിലപ്പോൾ നാളെയും കൂടെ ചകയുമായിരിക്കും. അതോടുകൂടി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച തെളിവിൻ്റെ അന്വേഷണം അവസാനിക്കുകയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ പ്ലാൻ? കോൺഗ്രസ്സിന് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർക്ക് ഈ വിഷയത്തിൽ എല്ലാവരും ഒന്നിച്ച സാഹചര്യത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്ലാനുണ്ടോ? തെരുവിൽ ഈ വിഷയത്തെ ഉന്നയിച്ച് സജീവമായി നിർത്താൻ എന്താണ് ഉദ്ദേശം? ഇപ്പോൾ ചെറിയ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ചെറിയ മാധ്യമങ്ങൾ, പ്രാദേശിക മാധ്യമങ്ങൾ ഈ വിഷയം ഉന്നയിച്ചു. പക്ഷേ ദേശീയ മാധ്യമങ്ങളിൽ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം മുഴുവനും ആരെങ്കിലും കണ്ടോ? അറ്റവും മുറിയും കാണിക്കുകയും പ്രധാനപ്പെട്ട ചില ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അതെങ്ങനെ തെറ്റാകാം എന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയുമാണ് കണ്ടത്. ഇതിനു മുമ്പ് ഭരണകൂടത്തിനെതിരെ, പ്രധാനപ്പെട്ട ശക്തിയുള്ള ഭരണകൂടത്തിനെതിരെ ഇന്ത്യയിൽ 2 തവണ ഇതുപോലെ പ്രതിപക്ഷ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1975 അടിയന്തരാവസ്ഥ,
അതിനുശേഷം 1989 രാജീവ് ഗാന്ധിക്കെതിരെ വി പി സിംഗിൻ്റെ നേതൃത്വത്തിലായിരുന്നു 89-ൽ, 75-ൽ ജയപ്രകാശ് നാരായണനെതിരെ. 75-ൽ ഒരു ജയപ്രകാശ് നാരായണൻ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഗുജറാത്തിൽ തുടങ്ങി ബീഹാറിലെത്തി ഒരു ജനവികാരത്തെ ജനങ്ങളുടെ സമരത്തെ സ്വരുക്കൂട്ടി ഒരുമിച്ചാണ് ഡൽഹിയിലേക്ക് അദ്ദേഹം മാർച്ച് ചെയ്യിപ്പിച്ചത്. 89-ൽ രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധി ചോർ ഹെ, ഗലി ഗലി മേ ഷോർ ഹെ, രാജീവ് ഗാന്ധി ചോർ ഹെ എന്ന മുദ്രാവാക്യവുമായി ബോഫോസ് കേസിലെ 64 കോടിയുടെ വിഷയം ഉന്നയിച്ചുകൊണ്ട് വി പി സിംഗ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ഒരുമിക്കുകയാണ്. ഒരു വി പി സിംഗും ഒരു ജയപ്രകാശ് നാരായണനും ഉണ്ടായിരുന്നു. ഇന്ന് രാഹുൽ ഗാന്ധി ഉണ്ട്. രാഹുൽ ഗാന്ധി മതിയോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രാഹുൽ ഗാന്ധിയെ ഒരു നേതാവായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണോ എന്നുള്ളതാണ് മമതാ ബാനർജിയുടെ ആയാലും ശരത് പവാറിൻ്റെ ആയാലും മറ്റു ലാലു പ്രസാദ് യാദവിൻ്റെ ആയാലും ഒക്കെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇതുവരെയുള്ളത്. അവിടെ നിന്ന് ഇപ്പോൾ ഈ വിഷയം ഉന്നയിച്ച് എല്ലാവരെയും ഒന്നിപ്പിച്ചതോടുകൂടി രാഹുൽ ഗാന്ധിയെ ഒരു നേതാവായി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റ് പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ അംഗീകരിച്ചിട്ടുണ്ടോ? അതിനുള്ള സമയമായോ? അതോ ഈ ഒരു വിഷയം ഇന്ത്യ മുന്നണിയുടെ മൊത്തം പ്രശ്നമായി കൊണ്ടുവന്ന് അവരെ കൂടെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ കൂടെ ഈ വിഷയത്തിൽ അവർക്ക് കൂടി ഒരു റോൾ കൊടുക്കുന്ന രീതിയിലൊരു സമരത്തിലേക്ക് കോൺഗ്രസ് പോകുമോ? കോൺഗ്രസിന് എപ്പോഴുമുള്ള ഒരു പ്രശ്നം ദ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി, ഞങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന ഒരു 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 അമ്മാവൻ സിൻഡ്രോം എപ്പോഴുമുള്ള പാർട്ടിയാണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയായിരുന്നില്ലല്ലോ. ചില സ്ഥലങ്ങളിലായിരുന്നില്ല, ചില സ്ഥലങ്ങളിൽ സഖ്യം പൊട്ടുകയും ചെയ്തതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അന്ന് തന്നെ ബീഹാറിൽ കൊടുക്കുക എന്നൊരു സമീപനം കോൺഗ്രസ് ആ സമയത്ത് ബീഹാറിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായത് നമ്മൾ മറക്കരുത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും തർക്കം വരും, അവസാനം ഒരു വിധത്തിലങ്ങ് ശരിയാവും. ബീഹാറിൽ അതിനുശേഷം അവർ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തവണ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ആരാണ് നിങ്ങളുടെ നേതാവ്? ഒരു ലീഡർഷിപ്പ് വാക്യൂം ഇന്ത്യ സഖ്യത്തിനുണ്ട്. ആ വാക്യത്തിലേക്ക് രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുന്നുണ്ടോ? അത് വരുന്നെങ്കിൽ അദ്ദേഹത്തെ ബാക്കിയുള്ളവർ അംഗീകരിക്കുമോ? ഇനി അതല്ല, എല്ലാവരും ചേർന്നുള്ള ഒരു പുതിയ നേതൃത്വമാണോ? അങ്ങനെയാണെങ്കിൽ ആ പുതിയ നേതൃത്വത്തെ അംഗീകരിക്കാൻ കോൺഗ്രസ് അടക്കമുള്ളവർ തയ്യാറാണോ? ഈ കാര്യത്തിൽ ഇവർക്കെല്ലാം ഒന്നിപ്പുണ്ടോ? എങ്ങനെയാണ് 75-ലെ ജനതാ പ്രസ്ഥാനവും എങ്ങനെയാണ് 89-ലെ ജനതാദൾ പ്രസ്ഥാനവും പൊളിഞ്ഞുപോയത്? ഈ നേതാക്കന്മാരുടെ പാർട്ടികളുടെ മൂപ്പിളമ തർക്കങ്ങൾ കൊണ്ടാണ്. നാമാവിശേഷമായി പോവുകയും ഒരു പ്രതിപക്ഷ സഖ്യത്തിന് ഇന്ത്യയിൽ ഒരു സാധ്യതയുമില്ല എന്ന് കുറച്ചുകൂടെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ ലീഡർഷിപ്പ് വാക്യൂം എങ്ങനെയാണ് ഇന്ത്യ സഖ്യം മറികടക്കുക? എങ്ങനെയാണ് ഇപ്പോൾ പൊട്ടിച്ച ബോംബിൻ്റെ അനുരണങ്ങൾ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. 75-ലും 89-ലും ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ മാധ്യമങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ കൂടെ, ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ ദേശീയ തലത്തിൽ പ്രകമ്പനമുണ്ടാക്കുന്ന ഒരൊറ്റ മാധ്യമം പോലുമില്ല എന്നുകൂടി ഓർക്കണം. കുറച്ച് കാലമായിരുന്നേ. അതെ, അതാണ് പ്രശ്നവും. കുറച്ച് ഇംഗ്ലീഷ് വായിക്കുന്നവർ മാത്രം നോക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ. അതും ഓൺലൈൻ, ടെലിവിഷനിൽ വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് രാഷ്ട്രീയ സാഹചര്യം. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക? എനിക്ക് ഉറപ്പാണ് തിങ്കളാഴ്ച ഡൽഹിയിൽ ഒരു വളരെ വലിയ പ്രകടനവും വളരെ വലിയൊരു ഷോ ഓഫും ഉണ്ടാകും. അതിനുശേഷം സെപ്റ്റംബർ 1-ന് ബീഹാറിലെ റാലിയിലും വളരെ വലിയ ആൾക്കൂട്ടവും നേതാക്കളുടെ പങ്കാളിത്തവും ഉണ്ടാകും. ഈ പണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ഇറാഖ് ഫുട്ബോൾ ടീം വന്നപ്പോൾ കേരളത്തിൽ ഒരു കളി നടന്നു, ഇന്ത്യ വേഴ്സസ് ഇറാഖ്. തിരുവനന്തപുരത്തായിരുന്നാണ് എൻ്റെ ഓർമ്മ. സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്നു. ഇന്ത്യക്ക് വേണ്ടി ഭയങ്കര കയ്യടിയാണ്, നിറഞ്ഞു നിന്ന് കയ്യടിയാണ്. 5-0 ഇന്ത്യ തോറ്റു. സ്വാഭാവികം. അപ്പോൾ പിറ്റേ ദിവസം ദേശാഭിമാനിയുടെ തലക്കെട്ട് ആവേശം ഗോളടിക്കില്ല, നെഞ്ചുയർത്തി ഇറാഖ് എന്നായിരുന്നു തലക്കെട്ട്. എന്ന് പറഞ്ഞതുപോലെ ആവേശം ഇന്ത്യ സഖ്യത്തിന് ഗോൾ തരില്ല. നിങ്ങൾ എങ്ങനെ ഈ കളി മുന്നോട്ട് കളിക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനം. ഇടയ്ക്ക് ഫ്രീസറിലും വെക്കരുത്. ഫ്രീസറിൽ വെക്കാതിരിക്കാം, ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാം. മുമ്പോട്ട് അതുകൊണ്ടും കാര്യമില്ല, മുമ്പോട്ട് ഓടേണ്ടിയും വരും. ഞാൻ അതിനോട് വിയോജിക്കുന്നു. കാരണം ആവേശം എന്നുള്ളതിനപ്പുറം ഇതിലൊരു പണിയെടുത്തിട്ടുണ്ടല്ലോ. ഈ 6 മാസം എടുത്ത് പണിയെടുത്തിട്ടാണ് ഈ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയുണ്ടാണോ എന്നുള്ള കാര്യത്തിൽ യോജിക്കുന്നു. പക്ഷേ ഇത് വെറും ഒരു ആവേശമാണോ? കാരണം ഈ ആവേശത്തെക്കുറിച്ച് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. 2023 ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ 2024 പൊതു തെരഞ്ഞെടുപ്പായിരുന്നു ലക്ഷ്യം. അതിനിടയിൽ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് വന്നപ്പോഴേക്കും ഇന്ത്യ മുന്നണി എടുത്ത അട്ടത്ത് വെച്ചു. അതിനുശേഷം ഞങ്ങൾ പോയി മത്സരിച്ചിട്ട് വരാം, നിങ്ങൾ ഇവിടെ നിൽ എന്ന് പറഞ്ഞിട്ട് പോയ കോൺഗ്രസിന്റെ ആ ഒരു സെൽഫിഷ്നെസ് അത് ഇതിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും തകരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ് വാക്യൂം ഉണ്ട്. ആ ലീഡർഷിപ്പ് വാക്യത്തെ രാഹുൽ ഗാന്ധി മറികടക്കുമോ അതോ ഒരുമിച്ചായിരിക്കും? എന്താണ് സ്ട്രാറ്റജി? ആവേശം ഗോൾഡിക്കില്ല എന്ന് പറഞ്ഞത് വെറുതെ അല്ല. എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി? മുമ്പോട്ടുള്ള ഈ കളി എങ്ങോട്ടാണ് പോകുന്നത്? ഒരു കാര്യം കൂടെ പറയാം. പക്ഷേ BJP പേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എന്താണെന്നറിയാമോ? വളരെ പെട്ടെന്ന് ഇന്ത്യൻ സൈന്യത്തിന് ഓർമ്മ വരികയാണ്, 6 ഫ്ലൈറ്റ് ഞങ്ങൾ പാകിസ്ഥാൻ്റെ അടിച്ചിട്ടു. ഇപ്പോഴാണ് ഓർമ്മ വന്ന്, ഇന്ന് രാവിലെ, ഇത്രയും ദിവസത്തിന് ശേഷം പെട്ടെന്ന് യുദ്ധത്തിലേക്ക് പോവുക. ഇതുവരെ പറഞ്ഞില്ല, ഇപ്പോൾ പറയുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ
ബോംബാക്രമണം, ആറ്റം ബോംബ് BJP നേതൃത്വത്തെ സർക്കാരിനെ വിരട്ടിയിട്ടുണ്ട്. അടിച്ചിട്ടെന്ന് മാത്രമല്ല കേട്ടോ, അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ യുദ്ധം നിർത്തി എന്നുകൂടി പറയുന്നു. അത് നേരത്തെയും പറയുന്നതാണ്. പക്ഷേ പറഞ്ഞപ്പോഴെന്നല്ല മാഡം, റിക്വസ്റ്റ് ചെയ്തപ്പോഴെന്നാണ്. റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ്. അതെ, സാധാരണ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നിർത്താനുള്ളതാണോ നമുക്ക് കൊടുക്കാനുള്ള? അല്ല, ഇനിയും തകർക്കല്ലേ, ഞങ്ങൾക്ക് ജീവിക്കണേ എന്ന് കെഞ്ചിയാൽ പിന്നെ നിർത്തണ്ടേ? എന്റെ വിഷയമൊന്നുമല്ല. ഇന്നാണ് ഇന്ത്യൻ സൈന്യത്തിന് ഓർമ്മ വന്നത്. ഇന്ത്യൻ സൈന്യത്തെ അല്ല കുറ്റം പറയുന്നത്, BJP നേതൃത്വം പറഞ്ഞിട്ടായിരുന്നു 6 പാകിസ്ഥാൻ ഫ്ലൈറ്റുകൾ അടിച്ചിട്ടെന്നുള്ളത്. അപ്പോൾ വിഷയം ഡൈവേർട്ട് ചെയ്യാനുള്ള പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് NDA സഖ്യം വരണ്ടു എന്നുള്ളത് വ്യക്തമാണ്. ഇന്ത്യ സഖ്യത്തിന് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും തുറന്നിരിക്കുന്നു. പക്ഷേ ആവേശം ഗോൾഡിക്കില്ല. ഇന്ത്യ സഖ്യം ഒന്നിച്ചോ സുജയ? പിന്നെ ഇന്ത്യ സഖ്യം ഒന്നിച്ച് അത്താഴവിരുന്നും ഭക്ഷണവും കഴിച്ച് പിരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ, വസ്തുതാപരമായി ശരിയല്ല. ഇന്ത്യ സഖ്യം ഒന്നിച്ചു. വ്യാഴാഴ്ച വൈകിട്ടത്തെ അത്താഴവിരുന്നിൽ നമ്മളത് ഡൽഹിയിൽ കാണുകയും ചെയ്തതാണ്. രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത ആ യോഗത്തിൽ പവർ പോയിന്റ് പ്രസന്റേഷനൊക്കെ അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് കണ്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. LED സ്ക്രീൻ അടക്കം എല്ലാ സജ്ജീകരണങ്ങളും അതിൽ ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഇന്ത്യ സഖ്യം ഒന്നിച്ചു നിൽക്കുന്നതാണ്. നമ്മൾ ഇന്ന് വരെയുള്ള ആ ഒരു കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒന്നിച്ചു നിൽക്കുകയാണ് ഇന്ത്യ സഖ്യം. പക്ഷേ അത് വിഷയാധിഷ്ഠിതമായി മാറുന്നോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ഈ വിഷയത്തിൽ ഒന്നിക്കുന്നു, എന്നാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ട സമയമായിരിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണമടക്കം വരാൻ പോകുന്നു. ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ഈ ഒരുമ അത് നശിക്കുന്നത് എപ്പോഴാണ്? നേരത്തെ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിൽ ജിമ്മി ജെയിംസ് പറഞ്ഞു വന്നതിൽ ഞാൻ ഇടപെട്ടപ്പോൾ സൂചിപ്പിച്ചതിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ഇന്ത്യ മുന്നണി ഒരു നല്ല സംവിധാനമായി വരികയും 2024 അധികാരത്തിലേക്ക് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര തലങ്ങും വിലങ്ങും ഇന്ത്യയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത്. അതിനൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ പലയിടങ്ങളിലായിട്ടുള്ള യോഗങ്ങൾ അത് ഒരു തുടർ ഭരണത്തിലേക്ക് വീണ്ടും നരേന്ദ്രമോദി പോകില്ല എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ, നേതാക്കളുടെ ഒന്നിച്ചുള്ള നീക്കങ്ങൾ, അതെല്ലാം നമ്മൾ കാണുന്നു. എന്നാൽ രൂപീകരിച്ച് 6 മാസമാകുന്നതിന് മുൻപ് തന്നെ ആ മുന്നണിയുടെ പ്രവർത്തനം ഒരു നിശ്ചലാവസ്ഥയിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സംഭവിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പാറ്റേൺ ആണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയുള്ളതല്ല ഈ ഇന്ത്യ മുന്നണി, അത് ലോക്സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഐക്യമെന്ന് പറയുന്നത് അത് ഒരു വിഷയാധിഷ്ഠിതമോ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങളിൽ അധിഷ്ഠിതമോ ആകുമ്പോഴാണ് ആ ഐക്യത്തിന് എപ്പോഴും ഒരേപോലെ നിൽക്കാൻ കഴിയാതെ പോകുന്നത്. എപ്പോഴും ഒരു ഐക്യത്തിൽ ഇവർക്ക് പോയാൽ എന്താണ് കുഴപ്പം? കാരണം ഇവരുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് NDAയും BJPയും ആണല്ലോ. BJP തുടർച്ചയായി അധികാരത്തിൽ വരുന്നു, BJP എല്ലാ സ്ഥാപനങ്ങളെയും അങ്ങ് സ്വന്തമാക്കിയെടുക്കുന്നു, ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഭയങ്കര ഒരു വിഷമവും പരിഭവവും പറച്ചിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് 2023 രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യ അലയൻസിന് അവർക്ക് എന്തുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും ഒന്നിച്ച് നിന്നുകൂടാ? ഒരു ശത്രുവിനെ അവർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ആ ശത്രു എന്ന് പറയുന്നത് BJP അല്ലെങ്കിൽ NDA ആണ്, നരേന്ദ്രമോദിയാണ്. അങ്ങനെയാകുമ്പോൾ പാർലമെന്റിനകത്തും വിവിധ സംസ്ഥാനങ്ങളിലും ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നത് NDA ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് എല്ലാ ഇടങ്ങളിലും ഈ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോയിക്കൂടാ? അവിടെയാണ് ഈ സ്വാർത്ഥ താല്പര്യങ്ങൾ കടന്നു വരുന്നത്. ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന് ആ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. അതിപ്പോഴും പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്ന് നമുക്ക് പറയാറായിട്ടില്ല. ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും എങ്ങനെയാണ് AAPയുടെ സ്വാതി മലിവാൾ മൈനസ് എടുക്കുകയാണെങ്കിൽ 11 MP ഉണ്ട് AAPയുടെ. ആ MP എന്ത് സ്റ്റാൻഡാണ് എടുക്കുക? അത് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ സെൽഫിഷ് ആകുന്ന പാർട്ടികൾ, ഇന്ത്യ മുന്നണിക്കുള്ളിലെ ഒരുമ നശിപ്പിക്കുന്നത് സെൽഫിഷ് ആകുന്ന, ഞാൻ കോൺഗ്രസിനെ മാത്രമായി കുറ്റം പറയുന്നില്ല, കോൺഗ്രസിന് ഇന്ത്യ മുന്നണിയുടെ നേതൃപദവി ിലേക്ക് വരണമെന്നുള്ള സെൽഫിഷ്നെസ് ഉണ്ട്. അതേ സെൽഫിഷ്നെസ് തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിക്കുണ്ട്. ശരത് പവാറും ചില ഘട്ടങ്ങളിലൊക്കെ സെൽഫിഷ് ആയിട്ടുള്ള മോട്ടീവുകളുമായി പിന്മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ശരത് പവാർ, അരവിന്ദ് കെജ്രിവാൾ, തേജസ്വി യാദവ്, മമതാ ബാനർജി, ഈ 4 പേരുകൾ കോൺഗ്രസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ 4 പേരും ഒരേപോലെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഇന്ത്യ മുന്നണി എന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് എടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ സംവിധാനം കെട്ടുറപ്പോടുകൂടി ഇന്ത്യ സഖ്യം ഒന്നിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു വിഷയത്തിൽ ഒന്നിച്ചു എന്ന് പറയാവുന്ന സാഹചര്യമേ ഇപ്പോൾ ആയിട്ടുള്ളൂ എന്നതാണ് വസ്തുത. പക്ഷേ ഇവിടെ വിഷയം അത് തന്നെയാണല്ലോ, വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ട് മോഷണം എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഉന്നയിച്ച പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ചൂണ്ടിക്കാട്ടിയ ആ ഒരു അന്വേഷണാത്മക വിവരങ്ങൾ പുറത്തുവിട്ട ആ ഒരു കാര്യമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അതിലിപ്പോൾ ഒന്നിച്ചു നിൽക്കുകയാണ്. ഇവിടെ ഈ വിഷയം തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ 2024 തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. ഇതേ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വന്നതാണ്. അന്ന് ഒമർ അബ്ദുള്ളയും ശരത് പവാറും ഒക്കെ പറഞ്ഞത് എന്താണ്? നിങ്ങൾ തോൽക്കുമ്പോൾ എപ്പോഴും ഈ വിഷയം ഉയർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മുന്നണിക്കുള്ളിൽ നിന്ന്, ഇന്ത്യ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെയാണ് അതിനെ നെഗേറ്റ് ചെയ്യുന്നത്. അത് NDAയോ അല്ലെങ്കിൽ BJPയോ അല്ല ചെയ്യുന്നത്. ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ ഒന്നിച്ചത് ഉന്നയിക്കേണ്ട, തോൽക്കുമ്പോൾ നമ്മൾ പറയുന്നു എന്നാകും. തോൽക്കുമ്പോൾ EVMനെ കുറ്റം പറയുന്ന സംഭവം ശരിയാണ്. തോൽക്കുമ്പോഴാണ് EVMനെ കുറ്റം പറയുന്നത്. തോറ്റ കാര്യത്തിലാണ് ഇപ്പോൾ 1 വർഷത്തിനിപ്പുറം ഈ ഒരു അന്വേഷണാത്മകമായി വിവരങ്ങളുമൊക്കെ ആയിട്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നത്. സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം ചേർന്ന് നിൽക്കേണ്ടത് എപ്പോഴാണ്, ആ ചേർന്ന് നിൽക്കലിന് തുടർച്ചയുണ്ടാകേണ്ടത് എപ്പോഴാണ്, ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കുറവ് ഇന്ത്യ മുന്നണിക്കുണ്ട് എന്നതാണ് നമ്മൾ അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.
അതോടൊപ്പം തന്നെ മറുഭാഗത്ത് എന്താണ് NDA ചെയ്യുന്നത്? അവർ കൃത്യമായിട്ട് ഈ ആദായ നികുതിയുടെ പരിഷ്കരണം അടക്കം കൊണ്ടുവന്നതിലൂടെ എന്താണ് ചെയ്തത്? മധ്യവർഗ വോട്ടർമാരെ 12 ലക്ഷം വരെയുള്ളത് ആദായ നികുതി പരിധി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വോട്ടിംഗ് ഗ്രൂപ്പാണ്. ആ വോട്ടിംഗ് ഗ്രൂപ്പിനെ മുഴുവൻ തങ്ങളുടെ കൂടെ നിർത്താൻ വിവിധ സംസ്ഥാനങ്ങളിൽ അവർക്ക് സാധിക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പാരലായി നിൽക്കുന്ന യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ഇന്ത്യ മുന്നണി ഐഡന്റിഫൈ ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കുന്നത് നല്ലതാണ്. പക്ഷേ അപ്പുറത്ത് നടക്കുന്ന നീക്കങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള കൃത്യമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതിലും പിഴയ്ക്കുന്നുണ്ട് എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. ഇവിടെ കർണാടക കോൺഗ്രസിന്റെ കയ്യിലുള്ള സ്ഥലമാണ്. അവിടെയും ഒരു ഷേക്കി ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുകയല്ലേ? അവിടെ നടക്കുന്ന ഇൻഫൈറ്റിംഗ് നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ലേ? സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ DK ശിവകുമാറും തമ്മിലുള്ള ചേർച്ച എത്രത്തോളമുണ്ട്? ഈ വിഷയം അവിടെ ഉയർത്തുമ്പോൾ അവിടെ DKയുടെ ഭാഗത്ത് നിന്ന് പിന്നീട് എപ്പോഴെങ്കിലും തുടർന്നുള്ള പ്രതികരണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? DK ശിവകുമാർ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഈ വിഷയത്തിൽ എന്താണ്? സിദ്ധരാമയ്യ, മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ വരുന്ന ഈ ഫ്രീഡം പാർക്കിൽ നടന്ന റാലിയിൽ വന്ന് വളരെ ആക്റ്റീവായി പങ്കെടുക്കുമ്പോൾ DK ശിവകുമാറും അവിടെയുണ്ട്. പക്ഷേ കർണാടകയിൽ സിദ്ധരാമയ്യേക്കാളും ശബ്ദം കൊണ്ട് അല്ലെങ്കിൽ സാന്നിധ്യം കൊണ്ട് സ്വാധീനം കൊണ്ട് കൂടുതൽ ശക്തൻ ആരാണെന്ന് ചോദിച്ചാൽ അത് DK ശിവകുമാറാണ്. ആ DK ശിവകുമാർ എത്രത്തോളം കർണാടകയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് തുടർ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നില്ല. അതാണ് വസ്തുത. ഇന്നിപ്പോൾ അന്വേഷണാത്മക പത്രപ്രവർത്തനവുമായി മാധ്യമപ്രവർത്തനവുമായി നമ്മുടെ RVS രഞ്ജിത്ത് അവിടേക്ക് എത്തുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ട ഫ്രീഡം പാർക്കിലെ റാലിക്ക് ഒരു തുടർച്ച അവിടെ നമ്മൾ കാണുന്നുണ്ടോ? കർണാടകയിൽ നമ്മൾ കാണുന്നുണ്ടോ? ഈ പറഞ്ഞ റൂം നമ്പർ 35 അല്ലേ, ആ 35-ാം നമ്പർ മുറിയിലേക്ക് VS രഞ്ജിത്ത് എത്തുമ്പോൾ അതിനുശേഷം വീണ്ടും അവിടേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടോ? അവിടെ ഈ പുറത്തേക്ക് കൊണ്ടുവന്നത് ആരാണ്? പുറത്തേക്ക് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. പക്ഷേ കോൺഗ്രസിന് DK ശിവകുമാർ ശരിക്കും അവിടെ വളരെ സ്വാധീനമുള്ള നേതാവാണ്. നമ്മൾ പല വിഷയങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ട് ഒക്കലിക സമുദായം എന്ന് പറഞ്ഞാൽ അത് DK ആണ്. ആ DKക്ക് പോലും അവിടെ അങ്ങോട്ട് വേരുറപ്പിച്ച് നിർത്തി ഇത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? DK ചെയ്യാത്തതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. DK ചെയ്യാത്തതാണ്. DK ശിവകുമാറും ഇതേ സിദ്ധരാമയ്യയും തമ്മിലുള്ള ഇൻഫൈറ്റിംഗ് ആയിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പാട്ടും പാടി ജയിച്ചല്ലോ. അപ്പൊ അത് അവർ നോക്കിക്കോളും. അവർ നോക്കിക്കോളും. അവർ നോക്കാൻ വേണ്ടിയാണല്ലോ നമ്മളിത് പറയുന്നത്. അല്ലാതെ എല്ലാ പാർട്ടികൾക്കകത്തും അല്ല, എല്ലാ പാർട്ടിയിലും വലിയ വിഷയത്തിൽ ഇവിടെ ഇപ്പോൾ ഈ മഹാദേവപുര എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം നിൽക്കുന്നത് കർണാടക സംസ്ഥാനത്തായതുകൊണ്ട് ആ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഷേക്കി ഗ്രൗണ്ടിനെ കുറിച്ച് പറഞ്ഞു വേണമല്ലോ മുന്നോട്ട് പോകാൻ. ഷേക്കി ഗ്രൗണ്ട് ആണ്. അല്ല, ഇത് AICC ഹൈക്കമാൻഡ് അടക്കം ഇടപെട്ട വിഷയമാണ്. അല്ലാതെ നിങ്ങൾ കണ്ണടച്ചാൽ ഇരുട്ടാകില്ല. അവിടെ ഇരുട്ടാണ്. ആ ഇരുട്ടത്ത് നിങ്ങൾ കറുത്ത പൂച്ചയെ തപ്പിയിട്ടും കാര്യമില്ല. ഇവിടെ DK വേഴ്സസ് സിദ്ധരാമയ്യ നമ്മുടെ വിഷയം അതല്ലല്ലോ. മാഡം വിഷയത്തിൽ തന്നെയാണ്. ഇന്ത്യയിലെ പാർലമെന്റ് സീറ്റുകളിൽ 10-35 ഇതുപോലെ നടന്നെന്നും ഇതുപോലെ നടന്നു. ശരിയാണ്. ഞാൻ അതിലേക്ക് വരികയാണ്. കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ സമ്മതിക്കൂ. കാരണം നിങ്ങൾ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പൂർത്തിയാക്കാൻ കഴിയില്ല. പൂർത്തിയാക്കാതെ ഞാൻ നിർത്തത്തുമില്ല. അപ്പോൾ ഇവിടുത്തെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഒരു കാസ്റ്റ് വാർ അതവിടെ നടക്കുന്നുണ്ട് കർണാടകയിൽ. അതിനെയാണ് കോൺഗ്രസ് അവിടെ ഫേസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അത് കർണാടകയിൽ ആക്റ്റീവ് ആണെങ്കിൽ അവരവിടെ ഫേസ് ചെയ്യേണ്ടത് അതിനെ തന്നെയാണ്. ആ ഒരു കാസ്റ്റ് വാർ, ആ ഒരു ഇൻഫൈറ്റിംഗ് അത് അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തുടർച്ചയില്ലാത്ത, അല്ലെങ്കിൽ തുടർച്ചയുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, ഫ്രീഡം പാർക്കിൽ നടന്ന ആ റാലിക്ക് ശേഷം എന്താണ് സംഭവിച്ചത്? അനങ്ങിയിട്ടില്ല. വിഷയം തീർന്നു. അവിടെ രാഹുൽ ഗാന്ധി വന്നു, മല്ലികാർജ്ജുൻ ഖർഗെ വന്നു, തിരിച്ചുപോയി. അതിനുശേഷം അവിടെ ഒരു തുടർച്ച ഇന്നത്തെ ദിവസം കാണുന്നില്ല. നമ്മുടെ പ്രതിനിധി എവിടെയുണ്ടല്ലോ, ഈ തുടർച്ച കാണേണ്ടത് ഡൽഹിയിലാണ്. നമ്മുടെ വിഷയം തന്നെ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. പ്രശ്നം ഏറ്റെടുക്കുമ്പോൾ, വിഷയം ഏറ്റെടുക്കുമ്പോൾ അതിന് തുടർച്ച കൊണ്ടുവരിക. ആഗ്രഹിക്കുന്ന പോലെയാണ് അതിന്റെ തുടർച്ച. അങ്ങനെയുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്ന് പറഞ്ഞ് അതിനെ ചെറുതാക്കാതെ, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, രാജ്യം ആഗ്രഹിക്കുന്നത് പറയട്ടെ മാഡം, മഹാദേവപുരയിലാണല്ലോ നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഒതുങ്ങിയാണല്ലോ. അവിടെ ടെസ്റ്റ് നടത്തിയ ടെസ്റ്റ് ഡോസ് ആണ്. ഒറ്റ മണ്ഡലത്തിൽ നിങ്ങൾ നടത്തിയ, നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി നടത്തിയ. മാഡം അതിനുവേണ്ടി ഒരുപാട് വാദിക്കുന്നത് കൊണ്ടാട്ടോ ഞാൻ രാഹുൽ ഗാന്ധി കോൺഗ്രസും തോക്കുമ്പോൾ ജനാധിപത്യ അപകടത്തിലാകും. രാഹുൽ ഗാന്ധി ജയിക്കുമ്പോൾ ഞാൻ അതിലേക്ക് വരാം. സമയം കൂടി വേഗം പറയട്ടെ. മാഡം അലക്കരുത്, പറഞ്ഞു പൂർത്തിയാക്കാം. ആ വാക്ക് പിൻവലിക്കണം കേട്ടോ. മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് ചർച്ച തുടങ്ങാൻ മതി. ഇല്ല, അലക്കരുത് എന്ന വാക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ മര്യാദയുടെ ഭാഷ മാത്രം അത് സുജയുടെ ഭാഷയെങ്കിൽ സുജയ അത് തൽക്കാലം ഇവിടെ എടുക്കും. മാഡം ഇവിടെ വരട്ടരുത്. വിലപേശലും വേണ്ട. ഞാൻ പൂർത്തിയാക്കും. വിലപേശാൻ ഞാൻ ആരോട്? ശരിയുടെ വിലപേശാൻ. ശരി,
അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. രാഹുൽ ഗാന്ധി വിളിച്ച ഇന്ത്യ ബ്ലോക്ക് യോഗമാണല്ലോ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത്. വ്യാഴാഴ്ച നടന്ന യോഗത്തിൽ 25 പാർട്ടികളിൽ നിന്ന് 50 അംഗങ്ങൾ പങ്കെടുത്തു. അതിൽ പിൻബെഞ്ചിലിരിക്കുന്ന ഒരാളെ കണ്ടു. അതിപ്പോൾ വലിയ വാർത്തയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഉദ്ധവ് താക്കറെ എന്നാണ് ആ നേതാവിന്റെ പേര്. ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവാണ്. ഇന്ത്യ മുന്നണിയുടെ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ്. ആ ഉദ്ധവ് താക്കറെയെ പിൻബെഞ്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പിൻബെഞ്ചാണ്. അതിന് പിന്നിൽ മറ്റൊരു ബെഞ്ചില്ല. അതിന് പിന്നിൽ മറ്റൊരു ബെഞ്ചില്ല. ഉദ്ധവ് താക്കറെ തന്നെ പ്രതികരിച്ചതാണ്. പിൻബെഞ്ചിലായിരുന്നു ഞാൻ അവിടെയാണ് ഇരുന്നത് എന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞതാണ്. 3 ബെഞ്ചിൽ 3ാമത്തെ ബെഞ്ചിൽ ഇരിക്കേണ്ട ആളാണോ ഉദ്ധവ് താക്കറെ? നിങ്ങളുടെ ഈ പുച്ഛവും പരിഹാസവും ഒക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെയാണ് നാണക്കേട്. മാഡം ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കാതിരിക്കും. മാഡത്തിന് എന്തിനാണ് എന്നോട് ഇത്രയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ഇത്രയ്ക്ക് അസഹിഷ്ണുത? മനസ്സിലാവുന്നത് അല്ല, ജനങ്ങൾക്കത് മനസ്സിലാകും. പക്ഷെ ഇങ്ങനെ അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള പോൾ റിവിഷൻ, അതാണ് വിഷയത്തിന്റെ അജണ്ടയായി ഈ വ്യാഴാഴ്ചത്തെ യോഗത്തിൽ നിശ്ചയിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ ഇന്ത്യ മുന്നണി യോഗം വിളിക്കുന്നതിന് അല്ലെങ്കിൽ നേതാക്കൾ എത്തുന്നതിന് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസന്റേഷൻ വരുന്നതിന് മുൻപ് തീരുമാനിച്ചിരുന്നത് SIR ആണ്, ഈ റോൾ റിവിഷൻ ആണ്. അപ്പോൾ അവിടെ നടക്കുന്ന അതൊരു ടെസ്റ്റ് ഓഫ് ക്രെഡിബിലിറ്റിയാണ്. അവിടുത്തെ ഈ ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട പാർട്ടികളുടെ ഒരു ക്രെഡിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ബീഹാറിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഉദ്ധവ് താക്കറെ പിൻബെഞ്ചിൽ ഇരുന്നതും അവിടെ ചർച്ചയായിട്ടുണ്ട് എന്നത് ദേശീയ മാധ്യമങ്ങളൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഓരോ വിഷയം ഓരോ പാർട്ടിയും ചർച്ചയാക്കും. അതിൽ ഉദ്ധവ് താക്കറെ അടക്കം പ്രതികരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അതായത് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ പ്രശ്നമില്ല, പിന്നെ മാഡം റിപ്പോർട്ടറിൽ കൊടുത്തില്ല എന്ന് വെച്ച് ജനം അറിയാതിരിക്കില്ല. അതാ റിപ്പോർട്ടർ മാത്രമല്ല, അത് മനസ്സിലാക്കിയാൽ മതി. ശരി, ഇന്ത്യ ബ്ലോക്കിന്റെ എന്തോ റിപ്പോർട്ടറിലും വാർത്തയുണ്ട്. ഞാൻ കണ്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഇന്ത്യ ബ്ലോക്കിന്റെ ഇന്നലെയും ഇന്നും വാർത്ത വായിച്ചതാണ്, ഞാൻ കണ്ടില്ല. ഇന്ത്യ ബ്ലോക്കിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് ചോദിച്ചാൽ ഈ മീറ്റിംഗിന് ശേഷവും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമെങ്കിലും ദയവ് ചെയ്ത് രണ്ടുപേരും, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വാദിക്കുന്ന രണ്ടുപേരും അതൊന്ന് ഉൾക്കൊള്ളണം എന്നതാണ് എന്റെ അഭിപ്രായം. ശരിയല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. എമിനന്റ് കാൻഡിഡേറ്റ്, അതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി എടുത്തിരിക്കുന്ന തീരുമാനം. ആ എമിനന്റ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്നായിരിക്കില്ല എന്നതുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ എമിനന്റ് കാൻഡിഡേറ്റ് കോൺഗ്രസിൽ നിന്നായിരിക്കില്ല. അതിന് കാരണമുണ്ട്. കാരണം ഒരു വോക്ക് ഓവർ കൊടുക്കാതിരിക്കാൻ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ നേരത്തെ മാർഗരറ്റ് ആൽവയെ കൊണ്ടുവന്നതുപോലെ ആയിരിക്കും എന്നും ഈ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺഗ്രസ് ഇതിൽ വെള്ളിയേട്ടം കളിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, ഞങ്ങളത് സമ്മതിച്ചു തരില്ല എന്നത് ഇന്ത്യ മുന്നണിക്കുള്ളിലെ പൊതുവികാരമാണ്. അതായത് ഒരു നോൺ കോൺഗ്രസ് കാൻഡിഡേറ്റ് ആണെങ്കിൽ മാത്രമേ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കൂ. അതാണ് എന്റെ പോയിന്റ്. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുണ്ടെങ്കിൽ നോൺ കോൺഗ്രസ് കാൻഡിഡേറ്റ് ആയിരിക്കണം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 21. അപ്പോൾ അതിനു മുൻപ് ഈ ഒരു നോൺ കോൺഗ്രസ് കാൻഡിഡേറ്റിലേക്ക് എത്തിയേ പറ്റൂ. കോൺഗ്രസിനുള്ളിൽ നിന്ന് ഒരാളെ പോലും അംഗീകരിക്കില്ല എന്നത് വ്യക്തമാണ്. കാരണം ആം ആദ്മി പാർട്ടിയുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 11 AAP വോട്ടുകൾ കിട്ടില്ല. അതുപോലെ തന്നെ BJDയുടെയും YSRCPയുടെയും വോട്ടുകൾ കിട്ടില്ല. അതുകൊണ്ട് ഒരു നോൺ കോൺഗ്രസ് കാൻഡിഡേറ്റിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വോട്ട് ഫ്രോഡിന്റെ പവർ പോയിന്റ് പ്രസന്റേഷൻ പറയട്ടെ, വോട്ട് ഫ്രോഡിന്റെ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിയ രാഹുൽ ഗാന്ധിയാണല്ലോ. ഇന്ത്യ സഖ്യമാണല്ലോ വിഷയം. പറയട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. എന്തിനാണ് സാറേ ഇങ്ങനെ വെറുതെ? എന്റെ സമയം പോകും. ശരി, എന്റെ സമയത്തിനും വരെയുണ്ട്, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അപ്പോൾ ഇന്ത്യ മുന്നണി, ഇതിൽ നിന്ന് ഒറ്റ ചോദ്യമേ ഉള്ളൂ. കോൺഗ്രസ് നോൺ കോൺഗ്രസ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്, അതുപോലെ ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി അതിന്റെ നേതാവായിട്ട് അംഗീകരിക്കോ? ഇല്ല, രാഹുൽ ഗാന്ധിയെ നേതാവായി അംഗീകരിക്കില്ല. ഇന്ത്യ മുന്നണിയുടെ നേതാവായി രാഹുൽ ഗാന്ധി എത്ര ചർച്ച ചെയ്താലും വരാൻ പോകുന്നില്ല. ശരി, പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ ഈ ലീഡർഷിപ്പ് വാക്കം എന്ന് പറയുന്നത് അവിടെ നിൽക്കും. ഇന്ത്യ മുന്നണിക്ക് ഒരു നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അതൊരു മുന്നണിയാണ്, നേതാവില്ലാത്ത ഒരു മുന്നണിയാണ്. ഇനി നമ്മൾ നടത്തിയ അന്വേഷണം മഹാദേവപുരയിലാണല്ലോ. മഹാദേവപുര പോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം റായ്ബറേലിയിലും ഒരു അന്വേഷണം നടന്നായിരുന്നു. ആ അന്വേഷണത്തിന് റിപ്പോർട്ടുകളും മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അവിടെയുള്ള വോട്ടർമാരുടെ പ്രതികരണങ്ങളടക്കം. ആ SIT ഇൻവെസ്റ്റിഗേഷന്റെ വിശദാംശങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ റായ്ബറേലിയിൽ നടന്ന ഈ പരിശോധനയിൽ അവിടെയും ഈ വോട്ട് ചോരിയുണ്ട്, വോട്ട് മോഷണമുണ്ട്. കോൺഗ്രസിന്റെ ബാസ്റ്റനാണ് അവിടെ. റായ്ബറേലിയിൽ മറ്റാരും ഈ അടുത്ത കാലത്തൊന്നും ജയിച്ചിട്ടില്ലല്ലോ. കോൺഗ്രസിന്റെ പ്രഖ്യാപിത മണ്ഡലമാണ്. സോണിയാഗാന്ധിക്ക് ശേഷം പിന്നീട് ഇങ്ങോട്ട് റായ്ബറേലി പിടിച്ചടക്കി എന്നൊന്നും പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ലല്ലോ. അവിടെ ഹൗസ് നമ്പർ 0 ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന സുമൻ, വികാസ് യാദവ്, ബീരൻ സിംഗ്, ഗീത, സന്ദീപ്, യാസ്മിൻ, മുഹമ്മദ് ഇസ്ലാം, മുകേഷ്, രുചി, സുശീല ദേവി, കനക് ലത, സുശീൽ കുമാർ തുടങ്ങി കോൺഗ്രസിന് സ്ഥിരമായി വോട്ടുകൾ കിട്ടുന്ന വാർഡുകൾ, പഞ്ചായത്തുകൾ തുടങ്ങി അതെല്ലാം നമുക്ക് എടുത്തു കാണാൻ കഴിയും. ഹൗസ് നമ്പർ 80 തെളിവുകളുണ്ട്. പറയാമല്ലോ, പറയാം മാഡം. അന്വേഷണ റിപ്പോർട്ട് താങ്കൾക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. സെർച്ച് ചെയ്താൽ മനസ്സിലാക്കും. ടൈംസ് ഗ്രൂപ്പിന്റെ SIT ഇൻവെസ്റ്റിഗേഷൻ ആണ്. ടൈംസ് നൗ ചാനലിലും ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ നാളെ വായിക്കുകയും ചെയ്യാം. അപ്പോൾ വരികയാണ്. അപ്പോൾ അതിന്റെ അവരുടെ ഡാറ്റ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ആ SIT ഇൻവെസ്റ്റിഗേഷന്റെ അവരവിടെ ഈ അവിടെയുള്ള ആളുകളുടെ, അതായത് ഈ വോട്ടർമാരുടെ അടക്കം ആളുകളെ തപ്പിപ്പോവുകയും അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ, ഈ വോട്ട് ചെയ്തിട്ടുണ്ടോ, കോൺഗ്രസിനാണോ അവിടെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്
രൂപീകരിക്കുന്നത് തുടങ്ങിയ സകല കാര്യങ്ങളും ശേഖരിച്ചുകൊണ്ടുള്ള കാര്യമാണ് പബ്ലിക് ഡൊമൈനിൽ ഇട്ടിരിക്കുന്നത്. പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അപ്പോൾ ഇവിടെ മഹാദേവപുരയിൽ മാത്രമാണ് ഇത് നടന്നതെന്ന് പറയുമ്പോൾ റായ്ബറേലിയിൽ ഹൗസ് നമ്പർ 80-ൽ 18 വോട്ടുകളാണ് ചെയ്തിരിക്കുന്നത്. അന്വേഷണ സംഘം അവിടെ എത്തുമ്പോൾ ഹൗസ് നമ്പർ 80-ൽ 18 പേരില്ല. ഇനി ഹൗസ് നമ്പർ 4-ലേക്ക് ചെല്ലുമ്പോൾ അവിടെ 18 വോട്ട്, അവിടെയും 18 വോട്ട്, എല്ലായിടത്തും 18-ന്റെ ഒരു കണക്കുണ്ട്. പിന്നെ 18 ഉള്ളോ അതിൽ കൂടുതലുണ്ടോ എന്ന് നോക്കുമ്പോഴേക്കും അടുത്തതായി ഹൗസ് നമ്പർ 8 തൊട്ടടുത്ത് തന്നെയുള്ളതാണ്. ഹൗസ് നമ്പർ 8-ൽ 27 വോട്ടുകളാണ്. ഒറ്റ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറിയും അടുക്കളയും ചായ്പും ഒക്കെ ആയിട്ടുള്ള ചെറിയ വീടുകളാണ് റായ്ബറേലിയിൽ. അവിടെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ BJPയും NDAയും ആണോ വറീഡാകേണ്ടത്? റായ്ബറേലി രാഹുൽ ഗാന്ധിയുടെ സ്വന്തമാണല്ലോ, അതിൽ തർക്കമൊന്നുമില്ലല്ലോ. വലിയ ഭൂരിപക്ഷം കിട്ടിയല്ലോ. ആ വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയപ്പോൾ ഇങ്ങനെയാണോ? വോട്ട് ചോരി അവിടെയും നടന്നിട്ടുണ്ടോ? അതും പരിശോധിക്കപ്പെടണം. അനോമലീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ മഹാദേവപുരയെ കുറിച്ച് വാദിക്കുന്നവർ റായ്ബറേലിയെ കുറിച്ചും പറയണം. കാരണം അതും ഒരു അന്വേഷണ റിപ്പോർട്ടായി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പക്ഷേ അതിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല, കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ മൾട്ടിപ്പിൾ വോട്ടർ രജിസ്ട്രേഷൻ നടന്നു എന്നത് മൾട്ടിപ്പിൾ വോട്ടർ ഇന്ന് ഇപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടും. ടൈംസ് ഗ്രൂപ്പിന്റെ SIT റായ്ബറേലി. അപ്പോൾ ഇതിൽ മൾട്ടിപ്പിൾ വോട്ടർ രജിസ്ട്രേഷൻ അടക്കം അനോമലീസ് കണ്ടെത്തിയിട്ടുണ്ട്. റായ്ബറേലി എന്ന രാഹുൽ ഗാന്ധിയുടെ സ്വന്തം തട്ടകത്തിൽ നടന്നിട്ടുള്ള ഈ അനോമലിയെ കുറിച്ച് കൂടി ഇന്ത്യ സഖ്യം അന്വേഷിക്കണം, അതിനെതിരെയും പ്രതിഷേധിക്കണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ശരി, അപ്പോൾ ഇന്ത്യ സഖ്യം ഒന്നിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ഒന്നിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. ഇപ്പോൾ സുജയ പറഞ്ഞ കാര്യത്തിൽ അങ്ങനെ ചില തെളിവുകൾ കൂടി ഇപ്പോൾ അപ്പുറത്തുനിന്ന് വരികയാണെങ്കിൽ അതും കൂടി പരിശോധിക്കണം. അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് അപ്പുറത്ത് പ്രതിപക്ഷ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബുദ്ധിമുട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു സ്വതന്ത്രമായ നിലപാടെടുക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു തീരുമാനത്തിലേക്ക് പോകണം എന്നുള്ളതാണ്. ഇനി ഇന്ത്യ സഖ്യം ഒന്നിച്ചോ എന്നുള്ള കോൺഗ്രസ് മിണ്ടാനായിട്ടില്ലല്ലോ. ഇന്ത്യ സഖ്യം ഒന്നിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യ സഖ്യം ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ പാർലമെന്റ് സമ്മേളനം മുതൽ തന്നെ ആ ഒന്നിക്കൽ കണ്ടിട്ടുണ്ട്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ടാണ് നിന്നിട്ടുള്ളത്. ഇനി ഇന്ത്യ സഖ്യത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സമയവും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നടക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അതിന് രൂപീകരണ സമയത്ത് തന്നെ അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാ സമയവും അതുപോലെ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നല്ല. സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലേക്കും പോകുമ്പോൾ സംസ്ഥാനങ്ങളിൽ ഓരോ പാർട്ടികൾക്കും അവരുടെ വലിപ്പം അനുസരിച്ച് പ്രവർത്തിക്കാനും അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനും ഒക്കെയുള്ള ആലോചനകൾ ഉണ്ടായപ്പോൾ അങ്ങനെ പോകട്ടെ എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യ സഖ്യം എന്നുള്ളത് എല്ലാ സമയത്തും ഒരുമിച്ച് നിൽക്കുക എന്നല്ല. അതേസമയം ഒരുമിക്കേണ്ട ഘട്ടങ്ങളിൽ, അതായത് നമുക്കറിയാം ആം ആദ്മി പാർട്ടി കേജ്രിവാളിനെതിരെ കേസുണ്ടായ സമയത്ത് കേജ്രിവാളിനെ എങ്ങനെ പിന്തുണച്ചു, കേജ്രിവാളിന് വേണ്ടി എങ്ങനെയാണ് ഈ നേതാക്കൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കം വന്ന് പ്രസംഗിച്ച് നമ്മൾ കണ്ടാണ്. അതിനുശേഷം ആം ആദ്മി പാർട്ടി എടുത്ത നിലപാടും നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ ആ സമയത്ത് എടുക്കുന്ന നിലപാട് എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യത്തിലില്ലാത്ത ആം ആദ്മി പാർട്ടിയും ഈ പ്രതിഷേധത്തിൽ ഒന്നിച്ചുണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ 25+26 എന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇനി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ ഒരു നിലപാടിലേക്ക് വരുന്നുണ്ട്. അവരുടെ ക്ലാസ് സ്വഭാവം മാറ്റിക്കൊണ്ട് അവർക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ഇടത്ത്, അതായത് നേരത്തെ അവരുണ്ടായിരുന്ന പല ഭാഗങ്ങളും അവർ വിട്ടുപോയി എന്നുള്ള തിരിച്ചറിവിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധി പ്രതികരിച്ച എല്ലാ ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളത് ഈ ക്ലാസ് സ്വഭാവം മാറ്റി ജാതി സെൻസസ് എന്ന വിഷയം ഉയർത്തുന്നു. അപ്പുറത്ത് OBC വിഭാഗവുമായി ബന്ധപ്പെട്ട് ഞങ്ങളത് നോക്കാതെ പോയി, അതൊരു പിഴവാണ് എന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അതിലേക്ക് ഇറങ്ങിച്ചത്. അപ്പോൾ ആ രൂപത്തിൽ ആ ഒരു വിഷയത്തിലേക്ക് എത്തുകയാണ്. ഇത് ഭാരത് ജോഡോ യാത്രയുടെ അടുത്ത ഘട്ടമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കാണ് നടത്തിയെങ്കിൽ ഇത് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നടത്താൻ പോകുന്ന വലിയ പ്രതിഷേധത്തിലേക്കാണ് രാജ്യം പോകുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ കോൺഗ്രസ് എന്ത് ചെയ്യുകയായിരുന്നു, ഈ ഇന്ത്യ സഖ്യം എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഇനി വരാനിരിക്കുന്ന ഒറ്റ തെരഞ്ഞെടുപ്പേ ഉള്ളൂ, ബീഹാർ തെരഞ്ഞെടുപ്പേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങളിലേക്കാണ് കോൺഗ്രസ് പോയിട്ടുണ്ടായിരുന്നത്. അതിനുള്ള നടപടികൾക്കാണ് തുടക്കമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ദലിത് പിന്നാക്ക OBC വിഭാഗങ്ങളെ അടക്കം കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെ പാർട്ടിക്ക് മുന്നേറാം എന്നുള്ള പരിശോധനയിലേക്കാണ് പോയത്. അതുകൊണ്ടാണ് ഖാർഗെ എന്ന അധ്യക്ഷനെ തീരുമാനിച്ചത്. അതിനുശേഷം ഏറ്റവും പാർട്ടി പിന്നാക്കം പോയ, പാർട്ടി ഏറ്റവും ദുർബലമായിരിക്കുന്ന ഗുജറാത്തിൽ നിന്ന് തുടങ്ങുന്നു, മധ്യപ്രദേശ്, ഹരിയാന ഇവിടങ്ങളിലൊക്കെ തന്നെയും പാർട്ടി നേതൃത്വം മാറി. ഇപ്പോൾ അത് കേരളത്തിലേക്ക് വരുന്നു. എല്ലായിടത്തും ഈ പറഞ്ഞതുപോലെ നേരത്തെ പ്രസിഡന്റ് ആയോ? അല്ലല്ല സുജി, അതാ ഞാൻ പറഞ്ഞത്. കേരളത്തിലേക്കും വരുന്നു. അതാ ഞാൻ പറഞ്ഞത്. എല്ലാ
സ്ഥലത്തും സുജിയ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കർണാടകയിലെ പോലെ രണ്ട് നേതാക്കൾ തമ്മിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ പരിഹരിച്ചു പോകുക എന്നുള്ളതാണ്. പരിഹരിച്ചു പോകാനുള്ള നടപടികളാണ് എടുക്കുന്നത്. കേരളത്തിന്റെ കാര്യത്തിലും ആ നടപടിയിലേക്ക് കടക്കുന്നു. ഇവിടെയുള്ള ഇന്നർ പാർട്ടി പ്രശ്നങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടോ, അതൊക്കെ പരിഹരിക്കുമ്പോഴാണല്ലോ ഒരു പാർട്ടിയാവുക. അല്ലാതെ എല്ലാവർക്കും ഒരേ സ്വരം ഒരേ ശബ്ദം എന്നുള്ളതല്ലോ. അത് നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും കാണുന്നതാണ്. അപ്പോൾ ഇന്ത്യ സഖ്യം ഒന്നിച്ചു തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വിഷയം ആ രൂപത്തിൽ തന്നെ ഉന്നയിക്കപ്പെടും. ഇനിയിപ്പോൾ ഈ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലേക്ക് പോകണം, ശരി. അതേപോലെ വാരണാസിയിലേക്കും പോകാൻ തയ്യാറാകണം. വാരണാസിയിൽ എങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടക്കുന്ന ഘട്ടം നമുക്കറിയാവുന്നതാണ്. ഒരു ഘട്ടത്തിൽ അജയ് റായ് എത്ര മുന്നേറി, 50,000 വോട്ടുകൾക്ക് മുന്നേറിയ ഘട്ടം പോലും ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വോട്ടെണ്ണൽ നിർത്തിവെച്ചു, ചില സാങ്കേതിക പ്രശ്നം പറഞ്ഞ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് 4 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന മോദി 3 ലക്ഷം കുറഞ്ഞ് ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അപ്പോൾ എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കാനുള്ള സമയമായോ എന്ന ചോദ്യം കൂടി കോൺഗ്രസിൽ നിന്ന് ചില ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. KC വേണുഗോപാൽ അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അല്ല കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ വാരണാസിയിലേക്ക് പോകണമെന്നുള്ള ആവശ്യം ഈ പറഞ്ഞതുപോലെ ഈ കടലാസ് കഷ്ണങ്ങളാണല്ലോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. ആ കടലാസുകൾ ഇതുപോലെ വാരണാസിയുടെ കാര്യത്തിൽ തരുമോ എന്നുള്ള ചോദ്യമുണ്ട്. കാരണം ഇപ്പോൾ മഹാദേവപുരയിലെ പ്രശ്നത്തിന് ശേഷം ബാക്കിയിടങ്ങളിലെ കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി സൈറ്റ് നോക്കുമ്പോൾ സൈറ്റിലേക്ക് എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഒരിടത്തെയും വിവരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള കാര്യം കൂടി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാവുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്ന തെളിവുകളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ ഇനി അങ്ങോട്ട് തെളിവ് തരുമെന്ന് പറയുകയാണ്. തെളിവ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന പരിപാടിയാണത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരവാദിത്തമുണ്ട് ഇതിൽ കൃത്യമായ മറുപടി നൽകാൻ. ഇവിടെ ഈ ചോദ്യം പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അല്ല, രാജ്യത്തെ ജനങ്ങളുടെയാണ്. ജനാധിപത്യം അപകടത്തിലാകുന്ന ഘട്ടത്തിൽ അതിന് കൃത്യമായ മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്ക് അത് ഇപ്പോൾ സ്വതന്ത്രമല്ല എന്നുള്ള കാര്യം നമുക്ക് സംശയമായി നിൽക്കുകയാണ്. അത് ഊട്ടിയുറപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ മറുപടി നൽകണം. ഈ പറഞ്ഞതുപോലെ കോടതിയിൽ പോയി തെളിയിച്ച് കോടതിയിൽ ചില നിയമത്തിന് വട്ടത്തിൽ നിന്നുകൊണ്ട് കറങ്ങുന്ന ചില രീതികൾ കൂടി നമ്മുടെ തൃശ്ശൂർ മണ്ഡലത്തിലടക്കം അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിയമം ലംഘിച്ചോ എന്ന് ചോദിച്ചാൽ ലംഘിച്ചിട്ടില്ല. അതേസമയം ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് പല കാര്യങ്ങളും നടപ്പാക്കുന്നു. ആ രീതിയിൽ നടക്കുന്നുണ്ട്. അതല്ലാതെ ഈ തരത്തിൽ പല മണ്ഡലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും വോട്ടുള്ള ആളുകളുടെ വിവരങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അത് രണ്ട് തരത്തിലും ഇത് നടക്കുകയാണ്. അപ്പോൾ ഇതിൽ വ്യക്തമായ മറുപടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ പാർലമെന്റിലും ഉയരേണ്ടതുണ്ട്. ആ രൂപത്തിൽ തന്നെ പ്രതിപക്ഷം ഇതിൽ ആലോചനകൾ നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഒറ്റക്കെട്ട് തന്നെയാണ്. ഇതിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു വൺ മാൻ ഷോ ആയിട്ടല്ല. അദ്ദേഹം അത് ഏത് രൂപത്തിൽ അത് പരിശോധിച്ചു. 6 മാസം എടുത്ത് പാർട്ടി നേതാക്കളെല്ലാം അല്ല കുത്തിത്തിരിപ്പ് ആലോചനകൾ അപ്പുറത്ത് നിന്നും ഭരണപക്ഷത്തുനിന്നും വരാം. പക്ഷേ ഇന്ത്യയെ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ ഇന്ത്യ സഖ്യം ഒന്നിച്ചാണ്. ഇന്ത്യ സഖ്യത്തെ മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് ഒരാളെ കാണിക്കൂ, മോദിയെ കാണിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ശരി എംബ്ര എന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു സംവിധാനമല്ല ഇന്ത്യ സഖ്യം. അത് ഒരുമിച്ചാണ്. ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഇന്ത്യ മുന്നണിയെ കുറിച്ചാണ് പറഞ്ഞു. അടിയന്തര ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ മമതയും വരും, ഈ പറയുന്ന കേജ്രിവാളും വരും, എല്ലാവരും വരും. ഇന്ത്യ സഖ്യം ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ചോദ്യം. ഇന്ത്യ മമതയാണോ രാഹുലാണോ അഖിലേഷ് യാദവാണോ എന്ന് ചോദ്യമല്ലല്ലോ. ഇവിടെ ഒന്നിച്ചോ എന്നുള്ളതാണ്. നടത്തി അത് ഈ വിഷയത്തിൽ നടക്കില്ല. ഒരു കാര്യം കൂടെ, റായ്ബറേലിൽ പ്രശ്നമുണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും ഇൻഎഫിഷ്യന്റ് ആണെന്ന് താങ്കൾ കൂടി സമ്മതിച്ചല്ലോ, നന്ദി. അതല്ല, റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിച്ചതുകൊണ്ട് കോൺഗ്രസിന് പ്രശ്നമില്ല. രാഹുൽ ഗാന്ധി ജയിച്ചാൽ പ്രശ്നമില്ല. നടന്നു എന്നല്ലേ താങ്കൾ പറയുന്നത്? അല്ല, ഒരു മിനിറ്റ്, റായ്ബറേലിൽ പ്രശ്നമുണ്ടെന്നാണല്ലോ താങ്കൾ പറയുന്നത്. സർവേയാണ് പറഞ്ഞത്. അക്ഷരം പറയാൻ മടിയാണ്. ഞാൻ നിഷ്പക്ഷമായ ഒരു ചാനലാണ് പ്രവർത്തിക്കുന്നത്. ഞാനൊറ്റ കാര്യം ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ലല്ലോ. ഇവിടെ പറയുന്നു മറ്റൊരു മാധ്യമത്തെ ഗോദി മീഡിയ. നിങ്ങൾ എന്താണ്? എന്റെ വിഷയം അതല്ല. സുജയ
സുജയ പറയുന്ന അനുസരിച്ച് റായ്ബറേലിയിൽ പ്രശ്നമുണ്ട്. സുജയ പറഞ്ഞ അനുസരിച്ചല്ല, ഞാൻ അവൈലബിൾ ആയ ഒരു SIT ആണ്. അത് മാധ്യമപ്രവർത്തകർ എല്ലാവരും ജോലി കൃത്യമായി അടിസ്ഥാനത്താണ് ചെയ്യുന്നത്. എല്ലാവരും പരിശോധിക്കണം. അല്ല, ഒറ്റ കാര്യം, കർണാടകത്തിലും പ്രശ്നമുണ്ട്, ഇവിടെയും പ്രശ്നമുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് മനസ്സിലായി. ഗംഭീരം. ശരി, ഇന്ത്യ നമ്മുടെ ചോദ്യം യെസ് എന്നാണ് 3 പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.